ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ കാണുന്ന വലിയ സ്വപ്നങ്ങളിലേക്കും നമ്മൾ ആഗ്രഹിക്കുന്ന ആ സമാധാനമുള്ള ജീവിതത്തിലേക്കും എത്താൻ യഥാർത്ഥത്തിൽ എത്ര ദൂരമുണ്ടെന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ശാന്തമായി ഇരുന്ന് ആലോചിച്ചിട്ടുണ്ടോ? ചിലപ്പോൾ നമ്മൾ വിചാരിക്കും അതിന് ഒരുപാട് വർഷങ്ങൾ കഠിനാധ്വാനം ചെയ്യണം, അല്ലെങ്കിൽ വലിയൊരു അത്ഭുതം നമ്മുടെ ലൈഫിൽ സംഭവിക്കണമെന്നൊക്കെ. പക്ഷേ സത്യത്തിൽ ആ ദൂരം വളരെ ചെറുതാണ്. അത് നമ്മുടെ തൊട്ടടുത്താണ്. പക്ഷേ പലപ്പോഴും നമ്മൾ അറിയാതെ നമ്മൾ തന്നെ നമ്മുടെ മുന്നിൽ വലിയ വലിയ ചുവരുകൾ പണിതുയർത്താറുണ്ട്. വലിയ തടസ്സങ്ങളല്ല, വളരെ ചെറിയ, നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില കൊച്ചു കൊച്ചു ശീലങ്ങൾ. ജീവിതത്തിൽ വലിയൊരു മാറ്റം വരാൻ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടുകയോ ഒരു ദിവസം കൊണ്ട് എല്ലാം മാറ്റിമറിക്കാൻ നോക്കുകയോ വേണ്ട. പകരം നമ്മളെ മുന്നോട്ടു പോകാൻ അനുവദിക്കാത്ത ചില കാര്യങ്ങളെ സ്നേഹത്തോടെ ഒന്ന് മാറ്റി നിർത്തിയാൽ മതി. നമ്മൾ എപ്പോഴും പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നതിനെക്കുറിച്ച് മാത്രമേ ചിന്തിക്കാറുള്ളൂ. എന്നാൽ ചില കാര്യങ്ങൾ അവസാനിപ്പിക്കുന്നത് തരുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട്. നമ്മുടെ ഉള്ളിലെ ഏറ്റവും മികച്ച, ഏറ്റവും സമാധാനമുള്ള ആ പതിപ്പിനെ, ബെസ്റ്റ് വേർഷനെ പുറത്തെടുക്കാൻ സഹായിക്കുന്ന ആ യാത്രയിലേക്ക് നമുക്കൊന്ന് പോയാലോ? നിങ്ങളുടെ മനസ്സ് ഒന്ന് ശാന്തമാക്കി അടുത്ത കുറച്ച് നിമിഷങ്ങൾ ഇതിനായി മാറ്റിവെക്കും. നമ്മുടെ ഈ യാത്ര തുടങ്ങുന്നത് നമ്മളോട് തന്നെയുള്ള ഒരു ആഴത്തിലുള്ള സൗഹൃദത്തിൽ നിന്നാണ്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സുഹൃത്ത്, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ. അവർക്ക് നമ്മൾ ഒരു വാക്ക് കൊടുത്താൽ അത് എങ്ങനെയെങ്കിലും പാലിക്കാൻ നമ്മൾ ശ്രമിക്കാറില്ലേ? വഴിയിൽ എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും നമ്മൾ പറയും, ഇല്ല, ഞാൻ അവൾക്ക് വാക്ക് കൊടുത്തതാണ്, എനിക്കത് ചെയ്തേ പറ്റൂ എന്ന്. കാരണം നമുക്ക് ആ വ്യക്തിയോട് അത്രയ്ക്ക് ബഹുമാനവും സ്നേഹവുമുണ്ട്. പക്ഷേ ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു നോക്കൂ. പലപ്പോഴും നമ്മൾ നമ്മളോട് തന്നെ പറയുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ എന്താണ് ചെയ്യുന്നത്? നാളെ രാവിലെ ഞാൻ കറക്റ്റ് 5 മണിക്ക് എഴുന്നേൽക്കും. ഈ ആഴ്ച ഞാൻ ആ പ്രധാനപ്പെട്ട വർക്ക് പൂർത്തിയാക്കും. ഇനി ഞാൻ സോഷ്യൽ മീഡിയയിൽ വെറുതെ റീൽസും കണ്ട് സമയം കളയില്ല. ഇതൊക്കെ നമ്മൾ നമ്മൾക്ക് തന്നെ കൊടുക്കുന്ന വലിയ വാഗ്ദാനങ്ങളാണ്. പക്ഷേ എപ്പോഴാണ് ആ സമയം വരുന്നത്? അപ്പോൾ നമ്മൾ വളരെ എളുപ്പത്തിൽ ആ വാക്ക് മറന്നു കളയും. അതിനെന്താ, നാളെ ചെയ്യാമല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ നമ്മളെ തന്നെ ആശ്വസിപ്പിക്കും. പുറമേ ആരും ഇത് കാണുന്നില്ലായിരിക്കാം, പക്ഷേ നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന നിങ്ങളുടെ മനസ്സ് ഇത് കൃത്യമായി കാണുന്നുണ്ട്. ഓരോ തവണയും നമ്മൾ നമ്മളോട് പറയുന്ന കാര്യങ്ങൾ ലംഘിക്കുമ്പോൾ പതിയെ പതിയെ നമുക്ക് നമ്മളോടുള്ള ആ ഒരു വിശ്വാസം, ആ ഒരു ബഹുമാനം നഷ്ടപ്പെടാൻ തുടങ്ങും. സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്നത് മറ്റാരെങ്കിലും വന്ന് നമുക്ക് തരുന്ന ഒരു സമ്മാനമല്ല. നമ്മൾ നമ്മളോട് പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ തനിയെ വളരുന്ന ഒരു ശക്തിയാണത്. അതുകൊണ്ട് മറ്റുള്ളവർക്ക് വാക്ക് കൊടുക്കുന്നതിന് മുൻപ് നമ്മളോട് തന്നെ കാണിക്കുന്ന ആ ഒരു ചെറിയ വിശ്വസ്തതയാണ് നമ്മുടെ ജീവിതത്തെ മാറ്റുന്ന ഏറ്റവും മനോഹരമായ ഒന്നാമത്തെ ചുവടുവെപ്പ്. അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ദിവസങ്ങളെക്കുറിച്ചാണ്. നമ്മുടെ ഓരോ ദിവസവും എങ്ങനെയോ വരുന്നു, അതുപോലെ കടന്നു പോകുന്നു എന്ന രീതിയിൽ നമ്മളൊരു ലോക്കിൽ പെട്ടുപോകാറുണ്ടോ? സയൻറ്റിസ്റ്റ്സ് ഇതിനെ ഓട്ടോ പൈലറ്റ് മോഡ് എന്ന് വിളിക്കും. അതായത് നമ്മൾ ജീവിക്കുകയല്ല, നമ്മുടെ പഴയ ചില ശീലങ്ങൾ നമ്മളെ യാന്ത്രികമായി ജീവിപ്പിക്കുകയാണ്. ഇതെന്താണെന്ന് മനസ്സിലാക്കാൻ വലിയ ഗവേഷണങ്ങളുടെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ ഒരു സാധാരണ ദിവസം എടുത്തു നോക്കിയാൽ മതി. നമ്മൾ വീട്ടിൽ നിന്നോ ഓഫീസിൽ നിന്നോ വണ്ടി ഓടിച്ചു പോകുമ്പോൾ വഴിയിലുള്ള കാഴ്ചകളോ നമ്മൾ ഗിയർ മാറ്റുന്നതോ ഒന്നും നമ്മൾ ബോധപൂർവം ഓർക്കാറില്ല. ചിന്തകൾ എവിടെയോ ആയിരിക്കും, പക്ഷേ വണ്ടി കറക്റ്റായി ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടുണ്ടാകും. നമ്മുടെ ബ്രെയിൻ ആ റൂട്ട് ഓട്ടോ പൈലറ്റ് മോഡിലാക്കി മാറ്റിയതാണ്. നമ്മൾ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ആ ഭക്ഷണത്തിൻ്റെ രുചിയോ മണമോ അറിഞ്ഞ് കഴിക്കുന്നതിനു പകരം നമ്മുടെ ഒരു കൈ ഫോണിൽ റീൽ സ്ക്രോൾ ചെയ്യുകയായിരിക്കും. മറു കൈ കൊണ്ട് നമ്മൾ അറിയാതെ ഭക്ഷണം വായിലേക്ക് വയ്ക്കുകയുമായിരിക്കും. നമ്മൾ അവിടെയുണ്ട്, പക്ഷേ നമ്മുടെ മനസ്സ് അവിടെയില്ല. അതുപോലെ തന്നെയാണ് സോഷ്യൽ മീഡിയയുടെ കാര്യവും. ഒരു പ്രധാനപ്പെട്ട കാര്യം നോക്കാൻ വേണ്ടിയായിരിക്കും നമ്മൾ ഫോൺ കയ്യിലെടുക്കുന്നുണ്ടാവുക. പക്ഷേ ലോക്ക് തുറന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അറിയാതെ ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലോ കയറി റീൽസ് ഒന്നിനു പുറകെ ഒന്നായി സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും. അരമണിക്കൂർ കഴിഞ്ഞ് ഫോൺ മാറ്റിവെക്കുമ്പോൾ മാത്രമേ നമ്മൾ ബോധത്തിലേക്ക് വരികയുള്ളൂ.
അയ്യോ ഞാൻ സമയം കളഞ്ഞല്ലോ എന്ന് ആ സമയത്ത് നമ്മൾ ചിന്തിക്കും. ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും ഈ ഒരു ലൂപ്പിൽ വളരെ വേഗത്തിൽ കടന്നു പോകും. ഒരുപാട് ആളുകൾ യഥാർത്ഥത്തിൽ ജീവിക്കുകയല്ല, അവർ ദിവസങ്ങൾ വെറുതെ കടന്നു പോകാൻ അനുവദിക്കുകയാണ്. ഒരു സെക്കൻഡ് ചിന്തിച്ചു നോക്കൂ. ഇപ്പോൾ നിങ്ങൾ ജീവിക്കുന്ന ഇതേ പാറ്റേണിൽ തന്നെ അടുത്ത ഒരു വർഷം മുന്നോട്ട് പോയാൽ നിങ്ങളുടെ ലൈഫ് എവിടെ എത്തും? ആ ഉത്തരം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ദിവസത്തിൽ ഒരു 10 മിനിറ്റെങ്കിലും നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് ബോധപൂർവം ചിന്തിക്കുക. ഈ ലോകത്തിൻ്റെ തിരക്കുകളിൽ നിന്ന് മാറി ഒരല്പം ശാന്തമായിരിക്കുക. നമ്മുടെ സമയത്തെ നിയന്ത്രിക്കുന്നത് നമ്മൾ തന്നെയാണ് എന്ന ആ ഒരു ബോധമുണ്ടല്ലോ, അത് തരുന്ന പോസിറ്റിവിറ്റി വളരെ വലുതാണ്. ലൈഫ് വെറുതെ ദിവസങ്ങൾ എണ്ണി തീർക്കാനുള്ളതല്ല, ഓരോ നിമിഷവും അറിഞ്ഞ് ജീവിക്കാനുള്ളതാണ്. അടുത്ത കാര്യം, നമ്മളിൽ പലരും വളരെ പോസിറ്റീവായി ചെയ്യുന്ന ഒരു തെറ്റാണ്. നമുക്ക് ചുറ്റും ഇന്ന് വിവരങ്ങൾക്കും അറിവുകൾക്കും ഒരു കുറവുമില്ല. നല്ല പുസ്തകങ്ങൾ, മികച്ച പോഡ്കാസ്റ്റുകൾ, ലൈഫ് മാറ്റുന്ന ഇൻസ്പിറേഷണൽ വീഡിയോകൾ, ഇതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും നമ്മുടെ ബ്രെയിനിന് വലിയൊരു സന്തോഷം കിട്ടാറുണ്ട്. ഒരു എക്സാമ്പിൾ പറയാം. നമ്മുടെ ഫോണിലെ ഗാലറിയോ അല്ലെങ്കിൽ യൂട്യൂബോ എടുത്തു നോക്കിയാൽ അറിയാം, നമ്മൾ എപ്പോഴെങ്കിലും ചെയ്യണം എന്ന് വിചാരിച്ച് സേവ് ചെയ്തു വെച്ചിരിക്കുന്ന എത്രയോ കാര്യങ്ങൾ അതിലുണ്ടാകും. വർക്കൗട്ട് ചെയ്യേണ്ട വീഡിയോസ്, ഹെൽത്തി ആയി ഉണ്ടാക്കേണ്ട ഭക്ഷണത്തിൻ്റെ റെസിപ്പീസ്, അല്ലെങ്കിൽ പുതിയൊരു സ്കിൽ പഠിക്കാനുള്ള ഓൺലൈൻ കോഴ്സസ്. ഇതൊക്കെ നമ്മൾ കൗതുകത്തോടെ സേവ് ചെയ്തു വയ്ക്കും. അത് കാണുമ്പോൾ നമ്മുടെ മനസ്സ് വിചാരിക്കും, ഞാൻ ജീവിതം മാറ്റാൻ വലിയൊരു കാര്യം ചെയ്തു കഴിഞ്ഞു എന്ന്. പക്ഷേ സത്യത്തിൽ ആ ലിസ്റ്റ് അങ്ങനെ കിടക്കുകയല്ലാതെ നമ്മൾ അതിൽ നിന്ന് ഒരൊറ്റ കാര്യം പോലും എടുത്തു ചെയ്യാറില്ല. നമ്മുടെ ജീവിതത്തിലും നമ്മൾ ഇതേ ലൈബ്രറി ട്രാപ്പിൽ പെട്ടുപോകാറുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു കൂട്ടുന്നതിനേക്കാൾ ഭംഗി നമ്മൾ മനസ്സിലാക്കിയ ഒരു ചെറിയ നല്ല കാര്യം ഇന്ന് തന്നെ പ്രവർത്തിച്ചു തുടങ്ങുന്നതിലാണ്. 1,00,000 പേജുകൾ വായിച്ചു തീർക്കുന്നതിനേക്കാൾ വലിയ മാറ്റമാണ് നിങ്ങൾ ഇന്ന് വായിച്ച ഒരൊറ്റ വരി നിങ്ങളുടെ ജീവിതത്തിലേക്ക് പകർത്തുമ്പോൾ ഉണ്ടാകുന്നത്. വിവരങ്ങൾ ശേഖരിക്കുന്നതിനൊപ്പം തന്നെ അതിനെ ഒരു കൊച്ചു ആക്ഷനാക്കി മാറ്റാൻ നമ്മൾ തയ്യാറാകണം. അപ്പോഴാണ് ജീവിതം മാറുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ഇന്ന് എനിക്കത് ചെയ്യാനൊരു ഇൻട്രസ്റ്റ് ഇല്ല. നമുക്ക് ജിമ്മിൽ പോകാൻ ഇൻട്രസ്റ്റ് വേണം, പുതിയൊരു കാര്യം പഠിക്കാൻ ഇൻട്രസ്റ്റ് വേണം, ജോലി ചെയ്യാൻ ഇൻട്രസ്റ്റ് വേണം. എന്നാൽ നമ്മുടെ വികാരങ്ങളും മാനസികാവസ്ഥയും എപ്പോഴും ഒരു കടൽ പോലെയാണ്. അത് രാവിലെ ഉള്ളതുപോലെ ആയിരിക്കില്ല വൈകുന്നേരം. അതെപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ഒരു സാധാരണ ഉദാഹരണം പറയാം. നമ്മൾ വൈകുന്നേരം ഓഫീസിൽ നിന്നോ കോളേജിൽ നിന്നോ വരുമ്പോൾ നല്ല ക്ഷീണം ഉണ്ടാവും. അപ്പോൾ മനസ്സ് പറയും, ഇന്ന് ഭയങ്കര മടുപ്പാണ്, വർക്കൗട്ട് ചെയ്യാനോ പഠിക്കാനോ ഒന്നിനും ഒരു ഇൻട്രസ്റ്റ് വരുന്നില്ല. നമുക്ക് ബെഡിൽ കിടന്ന് പതുക്കെ ഫോൺ നോക്കാം. അങ്ങനെ നമ്മൾ ആ ഇൻട്രസ്റ്റിന് വഴങ്ങി ഫോൺ എടുക്കും. പക്ഷേ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് നോക്കുമ്പോൾ ആ ക്ഷീണം മാറിയിട്ടുണ്ടാകുമോ? ഇല്ല. മറിച്ച് സമയം പോയതിൻ്റെ വലിയൊരു കുറ്റബോധം കൂടി നമ്മുടെ മനസ്സിലേക്ക് വരും. ഇൻട്രസ്റ്റിന് കാത്തിരുന്നാൽ ആ ദിവസം അവിടെ തീരും. അവസാനമായി, നമ്മൾ പലപ്പോഴും കാണാൻ മറന്നു പോകുന്ന ഒന്നാണ് നമ്മുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ പുരോഗതികൾ. നമുക്ക് എപ്പോഴും വലിയൊരു മാറ്റം പെട്ടെന്നുണ്ടാകണമെന്നാണ് ആഗ്രഹം. ഒറ്റ രാത്രി കൊണ്ട് എല്ലാം ശരിയാകണം, ഒരു മാസം കൊണ്ട് വലിയൊരു ലക്ഷ്യത്തിലെത്തണം. ഇത് നടക്കാതെ വരുമ്പോൾ നമ്മൾ വിചാരിക്കും, ഞാൻ ഇത്രയൊക്കെ ശ്രമിച്ചിട്ടും ഒന്നും മാറുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ നിരാശരാകും. എന്നാൽ പ്രകൃതിയുടെ മാജിക് എപ്പോഴും നടക്കുന്നത് വളരെ പതുക്കെയാണ്. ഒരു വലിയ മരം വളരുന്നത് നമ്മൾ ദിവസവും നോക്കി നിന്നാൽ കാണാൻ പറ്റില്ല, പക്ഷേ അത് വളരുന്നുണ്ട്. ഒരു ചെറിയ വിത്തിൽ നിന്നാണ് അതുണ്ടാകുന്നത്. ദിവസവും ഒരു പേജ് മാത്രം വായിക്കുക, ദിവസവും 10 മിനിറ്റ് മാത്രം പുതിയൊരു സ്കില്ല് പഠിക്കുക, ദിവസവും ഒരു നല്ല കാര്യം മാത്രം ചെയ്യുക. ഇതൊക്കെ അത്ര വലിയ കാര്യങ്ങളാണോ എന്ന് തോന്നാം, പക്ഷേ ഈ കൊച്ചു കൊച്ചു വലിയ ചുവടുവെപ്പുകളെ നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ ഒരു വർഷം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കൂ. അപ്പോഴാണ് മനസ്സിലാകുക, ഈ ചെറിയ കാര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന്. വലിയ മാറ്റങ്ങളെയല്ല, ചെറിയ ചുവടുകളെ ബഹുമാനിക്കുക. അപ്പോൾ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത് ഒരു പുതിയ ജീവിതം ഉണ്ടാകുന്നതിനെക്കുറിച്ചല്ല. നമ്മൾ അറിയാതെ നമ്മളെ കെട്ടിയിട്ടിരിക്കുന്ന ചില ചെറിയ ചങ്ങലകളെ
പുഞ്ചിരിയോടെ യാത്രയാക്കുന്നതിനെക്കുറിച്ചാണ്. ഒരു പുതിയ തുടക്കം ലഭിക്കാൻ എപ്പോഴും പുതിയ കാര്യങ്ങൾ ചെയ്യണമെന്നില്ല. നമ്മളെ തടഞ്ഞു നിർത്തുന്ന കാര്യങ്ങളെ ഉപേക്ഷിക്കാനുള്ള ആ ഒരു ധൈര്യം കാണിച്ചാൽ മതി. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങളുടെ മനസ്സിനോട് സംസാരിച്ച് നിങ്ങൾക്ക് ഇന്നു മുതൽ മാറ്റണമെന്ന് തോന്നിയ ആ ഒരു കാര്യം ഏതാണെന്ന് താഴെ കമൻ്റായി രേഖപ്പെടുത്തൂ. കാരണം എഴുതുമ്പോൾ നിങ്ങളുടെ തീരുമാനങ്ങൾക്ക് ശക്തി കൂടും. ഓർക്കുക, ജീവിതം മാറുന്നത് ഒരൊറ്റ ദിവസം കൊണ്ടല്ല, പക്ഷേ നമ്മൾ പൂർണ്ണ മനസ്സോടെ എടുക്കുന്ന മനോഹരമായ ഒരൊറ്റ തീരുമാനം കൊണ്ടാണ്. നിങ്ങളുടെ ആ നല്ല തുടക്കത്തിന് എല്ലാവിധ ആശംസകളും. ഈ വീഡിയോ നിങ്ങൾക്ക് ഒരു നല്ല ഫീൽ തന്നുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കീപ് സ്മൈലിംഗ്, സ്റ്റേ ഇൻസ്പയർഡ്.